നമസ്കാരം. കഴിഞ്ഞ ദിവസം അതിദാരുണമായിട്ടുള്ള സംഭവത്തിനായിരുന്നു കേരളം സാക്ഷ്യം വഹിച്ചത്. കൊച്ചി കലൂർ രാജേന്ദ്ര സ്റ്റേഡിയത്തിലെ ഗാലറിയിൽ നിന്നും തൃക്കാക്കര MLA ഉമാ തോമസ് വീണ് പരിക്കേറ്റ സംഭവം അത് വലിയ വിവാദങ്ങൾക്ക് കൂടി വഴിവെച്ചിരിക്കുകയാണ്. സംയുക്ത പരിശോധനാ റിപ്പോർട്ട് പ്രകാരം വേദിക്ക് സുരക്ഷാ വീഴ്ച ഉണ്ടായിരുന്നുവെന്ന് സ്ഥിരീകരിക്കുകയാണ്. താൽക്കാലികമായിട്ട് നിർമ്മിച്ച വേദിക്ക് അത്യാവശ്യമായിട്ടുള്ള ബലമോ അല്ലെങ്കിൽ ആവശ്യമായിട്ടുള്ള കരുതലുകളോ ഉണ്ടായിരുന്നില്ല എന്നും സംഘാടകർക്ക് ഗുരുതരമായിട്ടുള്ള പിഴവ് സംഭവിച്ചുവെന്നും ഈ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. പോലീസും അതോടൊപ്പം തന്നെ അഗ്നിരക്ഷാ സേനയും പൊതുമരാമത്ത് വകുപ്പ് നടത്തിയ സംയുക്ത പരിശോധനയിലായിരുന്നു ഈ ഗുരുതരമായിട്ടുള്ള ക്രമക്കേട് വീഴ്ച കണ്ടെത്തിയത്. ഇതുകൂടാതെ തന്നെ വേദിക്ക് സമീപം അടിയന്തര സാഹചര്യങ്ങൾ നേരിടാനായിട്ട് വൈദ്യസഹായം ഉണ്ടായിരുന്നില്ല എന്നതും, ഇതിനേറെ പറയണം ഒരു ആംബുലൻസ് പോലും ഉണ്ടായിരുന്നില്ല എന്നതാണ് ഈ റിപ്പോർട്ടിൽ പറയുന്നത്. VIP സ്റ്റേജിനടുത്തായിട്ട് ആംബുലൻസ് ഇല്ലാതിരുന്നത് അടിയന്തര വൈദ്യസഹായം ലഭ്യമാക്കാൻ വൈകിയെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. നൃത്ത പരിപാടിയുടെ സംഘാടകരായിട്ടുള്ള മൃദംഗ വിഷൻ CEO-യെ പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു. CEO ഷമീർ അബ്ദുൾ റഹീം ആണ് കസ്റ്റഡിയിലായത്. ഓസ്കാർ ഈവൻസ് മാനേജറെ നേരത്തെ തന്നെ അറസ്റ്റ് ചെയ്തിരുന്നു. മൃദംഗ വിഷൻ CEO-യും MD-യും മുൻകൂർ ജാമ്യാപേക്ഷയുമായിട്ട് ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു. ഇവരുടെ മുൻകൂർ ജാമ്യാപേക്ഷ കോടതി പരിഗണിക്കാനിരിക്കുകയായിരുന്നു. ഇതിനിടയ്ക്കാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. ഗിന്നസ് വേൾഡ് റെക്കോർഡ് ലക്ഷ്യമിട്ടുകൊണ്ട് ദിവ്യ ഉണ്ണിയുടെ നേതൃത്വത്തിൽ കലൂർ സ്റ്റേഡിയത്തിൽ മൃദംഗ എന്ന പേരിൽ അവതരിപ്പിച്ച ഭരതനാട്യ പരിപാടിയിൽ പങ്കെടുക്കാനെത്തിയപ്പോഴായിരുന്നു VIP ഗാലറിയിൽ നിന്നും വീണ് ഉമാ തോമസ് MLA-ക്ക് ഗുരുതരമായിട്ടുള്ള പരിക്കേറ്റത്. 11,600 നർത്തകരുടെ ഭരതനാട്യം പരിപാടിയുടെ ഉദ്ഘാടന ചടങ്ങിനിടയിലായിരുന്നു ഈ സംഭവം ഉണ്ടായത്. ഇതുകൂടാതെ മറ്റൊരു വസ്തുത എന്തെന്നാൽ താൽക്കാലിക വേദി നിർമ്മിച്ചത് അത് അനധികൃതമായിട്ടാണെന്നും നൃത്തപരിപാടിക്ക് അനുമതി നൽകുമ്പോൾ വെച്ചിരുന്ന നിർദ്ദേശങ്ങളൊന്നും തന്നെ സംഘാടകർ പാലിച്ചില്ല എന്നും സ്റ്റേഡിയം ഉടമസ്ഥരായിട്ടുള്ള GCDA വിശാൽ കൊച്ചി വികസന അതോറിറ്റി അറിയിച്ചിട്ടുണ്ട്. കൊച്ചി കോർപ്പറേഷൻ അതുപോലെ തന്നെ ഫയർഫോഴ്സ് എന്നിവരായിരുന്നു സുരക്ഷാ കാര്യങ്ങളിൽ ഉൾപ്പെടെ ഉണ്ടായിരുന്നത്. മുൻകൂർ അനുമതി വാങ്ങി മാത്രമേ താൽക്കാലിക നിർമ്മാണം പാടുള്ളൂവെന്ന് അലോട്ട്മെന്റ് ഓർഡറിൽ നിഷ്കർഷിക്കുകയുണ്ടായിരുന്നുവെന്നും GCDA വ്യക്തമാക്കി. കഴിഞ്ഞ ദിവസം രാവിലെ വേദിയിൽ പോലീസ്, PW, ഫയർഫോഴ്സ് എന്നിവരുടെയൊക്കെ സംയുക്ത പരിശോധന നടത്തിയപ്പോഴായിരുന്നു ഗുരുതരമായിരുന്ന ഈ വീഴ്ച കണ്ടെത്തിയത്. അതേസമയം ഉമാ തോമസിന്റെ ആരോഗ്യനില സംബന്ധിച്ച് ആശ്വാസമുള്ള റിപ്പോർട്ടുകൾ, വാർത്തകൾ കൂടി ഇപ്പോൾ പുറത്തു വരികയാണ്. ഉമാ തോമസ് MLA-യുടെ ആരോഗ്യനിലയിൽ വലിയ പുരോഗതി ഇപ്പോൾ ഉണ്ടായിട്ടുണ്ട്. MLA കഴിഞ്ഞ ദിവസം രാവിലെ കണ്ണു തുറക്കുകയും കൈകാലുകൾ ചലിപ്പിക്കുകയും ചെയ്തുവെന്നും ആശുപത്രി വൃത്തങ്ങളിൽ നിന്നും റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. MLA-ക്ക് പരിക്കേറ്റ അപകടത്തിന് പിന്നാലെ രജിസ്റ്റർ ചെയ്ത കേസിൽ പരിപാടിയുടെ സംഘാടകരുടെ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതിയുടെ പരിഗണനയിലാണ്. പരിപാടിയുടെ നടത്തിപ്പിൽ വീഴ്ചയുണ്ടായിട്ടില്ല എന്നാണ് മുൻകൂർ ജാമ്യാപേക്ഷയിലെ പ്രധാന വാദം. എല്ലാ സുരക്ഷാ മുൻകരുതലുകളും സ്വീകരിച്ചിരുന്നുവെന്നും ആരോപണങ്ങളിൽ അടിസ്ഥാനമില്ല എന്നും ആക്ഷേപങ്ങൾ നിലനിൽക്കില്ല എന്നുമാണ് സംഘാടകരുടെ വാദം. നടപടിക്രമങ്ങളുടെ ഭാഗമായി ഹൈക്കോടതി പാലാരിവട്ടം പോലീസിന്റെ റിപ്പോർട്ട് തേടുന്നതായിരിക്കും. ആ റിപ്പോർട്ടിലാണ് സുരക്ഷാ വീഴ്ചയുടെ വലിയ കണ്ടെത്തലുകൾ ഉള്ളത് എന്നതാണ് വസ്തുത. G. കൃഷ്ണകുമാർ അധ്യക്ഷനായ അവധിക്കാല സിംഗിൾ ബെഞ്ചാണ് ഹർജി പരിഗണിക്കുന്നത്. പാലാരിവട്ടം പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിലാണ് രണ്ടുപേരുടെയും ജാമ്യാപേക്ഷ ഉള്ളത്. കേസിൽ നിലവിൽ M. നികോഷും PS. ജനീഷും പ്രതികളല്ല. ഇത് കൂടാതെ പ്രധാന നർത്തകിയായിരുന്ന ദിവ്യ ഉണ്ണിയുടെ മൊഴിയെടുക്കുമെന്ന വിവരങ്ങളും ഇപ്പോൾ പുറത്തു വരികയാണ്. കലൂർ നൃത്തപരിപാടി അപകടത്തിൽ പോലീസ് കടുത്ത നടപടികളിലേക്ക് കടക്കുകയാണെന്നാണ് റിപ്പോർട്ടുകളെല്ലാം തന്നെ സൂചിപ്പിക്കുന്നത്. എല്ലാ ദിവസവും വാർത്തകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക. വാർത്തകളുടെ നോട്ടിഫിക്കേഷനായി ബെൽ ഐക്കൺ എനേബിൾ ചെയ്യുക. Please subscribe our channel.